ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കുവൈറ്റിലെ US അലി അൽ സലേം വിമാനത്താവളത്തിൽ ഇന്നലെയാണ് വലിയ വ്യോമാക്രമണം നടത്തിയത്. ഇപ്പോഴും കുവൈറ്റിലേക്കും ജോർദാനിലേക്കും വലിയ തോതിലുള്ള മിസൈലുകൾ പാഞ്ഞെത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. ഇതിനിടയിലാണ് IRGC ചില കാര്യങ്ങൾ പുറത്തുവിടുന്നത്. മറ്റൊന്നുമല്ല, 2 ഡ്രോൺ ഹാങ്കറുകളും സൈനിക വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കുമുള്ള ഇന്ധന സംഭരണ കേന്ദ്രവും കുവൈറ്റിൽ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുവൈറ്റ് പുറത്തുവിട്ടിരുന്നില്ല, പക്ഷേ വലിയ ജാഗ്രതാ നിർദ്ദേശം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇറാനിയൻ സർക്കാർ ഉടമസ്ഥയുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിടുന്നത്. കുവൈറ്റിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാന്റെ ആക്രമണം അമേരിക്കയുടെ അധിനിവേശവും കൊള്ളയടിക്കുന്നതുമായ സേനകളെ മേഖലയിൽ നിന്ന് പുറത്താക്കുന്നവരെ തുടരുമെന്നാണ് ഇപ്പോൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാമിയേറ്റ തുറമുഖത്ത് ഇന്നലെ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അതേസമയം ഈജിപ്ഷ്യൻ സർക്കാർ വിശ്വസിക്കുന്നില്ല എന്നാണ് ഈജിപ്ത് പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഉണ്ടായ തീപിടുത്തം ഈജിപ്ഷ്യൻ തുറമുഖത്ത് 2 പ്രകൃതിവാതക കപ്പലുകളിൽ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഇതടക്കം നിരവധി പ്രശ്നങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ രാജ്യങ്ങൾക്ക് സംഭവിക്കുകയാണ്. ഒപ്പം ഖേഷം ദ്വീപിൽ ദമ്പതികളെയും ഒരു കുട്ടിയെയും കൊലപ്പെടുത്തിയതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഫർ കാലിഖാഫ് പറയുന്നത് അമേരിക്ക കൃത്യമായി വില നൽകേണ്ടി വരും എന്നാണ്. യുദ്ധക്കളത്തിൽ അവർക്ക് ലഭിക്കുന്ന അടികൾക്ക് പകരം വീട്ടാനുള്ള നീക്കം അവർ ശീലിച്ചിരിക്കുന്നുവെന്നും നിരപരാധികൾ രക്തം ചൊരിയുന്നുവെന്നുമാണ് കാലിഖാഫ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മിനാബിൽ ആദ്യഘട്ടത്തിൽ ആക്രമണത്തിൽ പ്രൈമറി സ്കൂളുണ്ടായ ആക്രമണത്തിൽ 170ഓളം കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കം മരിച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ അതുമായി ബന്ധപ്പെട്ട ആക്രമണമാണ് ഖേഷം ദ്വീപിൽ നടന്നത് എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇന്നലെയും അമേരിക്കയുടെ പ്രത്യാക്രമണം വടക്കൻ ഇറാഖിലെ എർബിലിൽ ഇന്ന് വെളുപ്പിനെയും തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. പക്ഷേ അപ്പോഴും കുവൈറ്റിലുണ്ടായ തിരിച്ചടി അതിൻ്റെ പ്രാധാന്യം ചെറുതല്ല, നാശനഷ്ടങ്ങൾ ചെറുതല്ല, അതിൻ്റെ പ്രത്യാഘാതം ചെറുതല്ല. നിരവധി നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രഞ്ജിത്ത്, 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെയാണ് US ഇറാൻ ആക്രമണം വീണ്ടും കടുപ്പിച്ചത്. അമേരിക്ക ഇറാനുമേൽ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കടുത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. തെക്കൻ ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഖേഷം ഐലൻഡിൽ. ഇതിന് ശക്തമായ പ്രത്യാക്രമണമാണ് ഇന്നലെയും ഇന്നും ഇറാൻ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കുവൈറ്റ് ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള IRGCയുടെ സ്റ്റേറ്റ്മെൻറ്റിലും അവർ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. അധിനിവേശ ശക്തികളെ തുരത്തും വരെ ഈ പോരാട്ടം തുടരും എന്നാണ് കുവൈറ്റ് ജനതയ്ക്ക് നൽകിയ പ്രസ്താവനയിൽ IRGC വ്യക്തമാക്കുന്നത്. അത് ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് എന്നതും ആണ് ഏറ്റവും ഗൗരവകരം. അതായത് കുവൈറ്റിലും ജോർദാനിലുമാണ് IRGC ഇപ്പോഴും ആക്രമണം തുടരുന്നത്. ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പോട് കൂടി ആണ് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും ജോർദാനിൽ അൽ അസ്റഖ് മിലിറ്ററി ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലാകട്ടെ അലി അൽ സേലം എയർബേസിന് നേരെയും. ഇത് രണ്ടും US നിയന്ത്രണത്തിലുള്ള എയർബേസുകളാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. കുവൈത്തിൽ അലി അൽ സേലം എയർബേസിൽ 2 ഡ്രോൺ ഹാങ്കറുകൾ, അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ തകർത്തു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇത് ഇറാൻ്റെ മാധ്യമമായ IRIB തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അടക്കം വലിയ അവകാശവാദങ്ങളാണ് IRGC ഉന്നയിച്ചത്. അതായത് ജോർദാനിൽ അൽ അസ്റഖ് എയർബേസിൽ 3 US F-35 ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്ന IRGC അവകാശപ്പെട്ടിരുന്നു. അമേരിക്ക ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചു എന്നാണ് IRGC പറയുന്നത്. എന്തായാലും കൺഗ്രഷണൽ റിസർച്ച് സർവീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഏതാണ്ട് 42ഓളം യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായി എന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ അവകാശവാദവുമായി കഴിഞ്ഞ ദിവസം IRGC രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ആരംഭിച്ച ആക്രമണവും പ്രത്യാക്രമണവും ഇന്നും തുടരുകയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അത് നെതന്യാഹു വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഒരു ശക്തമായ ഒരു പ്രതിരോധ നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുന്നത് എന്നതുമാണ് ഈ ഘട്ടത്തിലെ
നിർണായകമായ കാര്യം. രഞ്ജിത്ത്, അതാണ് പ്രധാനം. ഏതായാലും യു എസിന് വലിയ തിരിച്ചടികൾ അവരുടെ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നു. പ്രധാനമായും അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ കുവൈറ്റിലടക്കമുണ്ട്. അവിടെയാണ് ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊരു പ്രധാന വാർത്ത പുറത്തു വരുന്നത് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതിയില്ലാത്തതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിലേക്ക് വ്യക്തമായ വഴികളൊന്നും പറഞ്ഞു നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൽ ട്രംപ് കടുത്ത നിരാശയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥരോട് ട്രംപ് തട്ടിക്കയറിയെന്നും എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ടതെന്നാണ് NBC ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. മുതിർന്ന ഉപദേഷ്ടാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ മുന്നിലുള്ള സൈനിക ഓപ്ഷനുകളിലും സംഘർഷത്തിനൊരു അന്ത്യം കണ്ടെത്താൻ കഴിയാത്തതിലും ട്രംപ് വല്ലാതെ രോഷാകുലനാണ് എന്നാണ് വിവരം. അതുമാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും അവ്യക്തതയും ഭിന്നതയുമുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ അമേരിക്ക വലിയ തോതിൽ ആഗ്രഹിക്കുന്നു. വലിയ നഷ്ടം സംഭവിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു, സൈനികർ കൊല്ലപ്പെടുന്നു. ഇറാനെ കരാറിലെത്തിക്കാൻ സാധിക്കുന്നില്ല. ഇറാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. ഇത്രയധികം ആക്രമണം നടത്തിയിട്ടും ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. വളരെ പെട്ടെന്ന് കരാറിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും അതിന് ഇറാൻ വഴങ്ങാത്ത പശ്ചാത്തലമുണ്ട്. ഹോർമുസിലെ പ്രതിസന്ധി അമേരിക്ക സൃഷ്ടിച്ചതാണ് എന്നുള്ള ധാരണ, അത്തരത്തിലുള്ള വിചാരം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കുണ്ട്. ഇതൊക്കെ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ യുദ്ധം നിർത്താൻ ട്രംപ് വല്ലാതെ ആഗ്രഹിക്കുന്നത്. കാർത്തിക്, ട്രംപ് ഒരുപാട് തരത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെടുകയും സമാധാന കരാറിന് മുൻതൂക്കം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. ഇതിനിടയിൽ ഇടയ്ക്കിടെ ചില ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ട്രംപുമൊക്കെ വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം 5 മാസം നീളും എന്ന് അമേരിക്ക ഒരു ഘട്ടത്തിലും കണക്കുകൂട്ടിയിരുന്നില്ല. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ NBS റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതാണ് ഇപ്പോൾ അമേരിക്കയെ കുഴയ്ക്കുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായി. ശക്തമായ പ്രതിരോധമാണ് ഇറാൻ തീർക്കുന്നത്. ആദ്യ ദിവസം തന്നെ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാനായി എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും 6ാം മാസത്തിലേക്ക് ഈ യുദ്ധം കടക്കുന്നത് രാഷ്ട്രീയപരമായി കൂടി ട്രംപിന് വലിയ ക്ഷീണമുണ്ടാക്കും. കാരണം മിഡ് ടേം ഇലക്ഷൻ അടക്കം അമേരിക്കയിൽ വരാനിരിക്കുന്നു. മാത്രമല്ല, ഈ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല, എന്ത് കാരണത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയതെന്നും ഇത് എവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായ പ്ലാൻ ഇപ്പോഴും അമേരിക്കയുടെ പക്കൽ ഇല്ല. മാത്രമല്ല, മധ്യസ്ഥ രാജ്യങ്ങളടക്കം മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന നയതന്ത്ര ചർച്ചകളും ഒത്തുതീർപ്പ് ശ്രമങ്ങളുമെല്ലാം വിഫലമാകുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ട്രംപ് പറഞ്ഞ് ഒരു 13 ദിവസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നയതന്ത്ര സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ട്രംപ് താൽക്കാലികമായെങ്കിലും ആക്രമണം നിർത്തിവച്ചിരുന്നത്. എന്നാൽ ആ 5 ദിവസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്നലെ കാര്യങ്ങൾ എത്തി. ഇപ്പോഴും ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്നു. മാത്രമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗദി കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം സൗദി നടത്തിയ നീക്കങ്ങളും നിർണായകമാണ്. കാരണം ഹോർമൂസിൽ അടക്കം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. പല ഘട്ടങ്ങളിലായി ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടി ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനൊന്നും വഴങ്ങാൻ അവർ സന്നദ്ധരായിട്ടില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 3 സാധ്യതകളാണ് ഇനിയുള്ളത്. 1, ഈ യുദ്ധം അനന്തമായി തുടരുക. 2, ഹോർമൂസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിൽ എത്തുക. അതല്ലെങ്കിൽ മൂന്നാമതായി മധ്യസ്ഥ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പ് ഫോർമുല വിജയകരമായി നടപ്പാക്കുക. പക്ഷേ ഈ 3 കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു രീതിയിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുലകൾ മുന്നിൽ തെളിയുന്നില്ല. മാത്രമല്ല, ഹൂതി അടക്കം ഇറാനെ പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികളുടെ ഭാഗത്തു നിന്നും മറ്റ് കടലിടുക്കുകളിൽ ബാബൽ മന്ദബിലടക്കം കടുത്ത വെല്ലുവിളികൾ ഉയരുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലമാണ് ഇപ്പോൾ സങ്കീർണമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സൗദി മുൻകൈയെടുത്ത് ഒരു നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോർമൂസിൽ ഇറാൻ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടി വേണം ഈ നീക്കത്തെ കാണാൻ.
14 രാജ്യങ്ങൾ ഈ നാവിക പ്രതിരോധ സഖ്യ നീക്കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. മാത്രമല്ല 43 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഈ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഒപ്പിടുമെന്നാണ് സൗദി പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ചെങ്കടലിലും ഏദൻ കടലിലും ഒപ്പം ബാബൽ മന്ദപ്പിലുമൊക്കെ അന്താരാഷ്ട്ര കപ്പൽ ജലപാതയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ഈ സഖ്യം എങ്കിൽ കൂടിയും അത് ലക്ഷ്യം വയ്ക്കുന്നത് ഹോർമുസിനെ കൂടി തന്നെയാണ്. ഏതായാലും പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനോട് ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാകും എന്നതും നിർണായകമാണ്. എന്തായാലും സൗദി കിരീടാവകാശി സിറിയൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നത് ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകൾക്ക് ശ്രമിക്കണമെന്നൊരു ധാരണ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനായി ചർച്ചകൾ തുടരുകയും ചെയ്യും. എന്തായാലും ഇന്നലെ US നടത്തിയ ആക്രമണവും